കേരളത്തിലെ ടീച്ചേഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ പുറകിൽ കാണുന്നത് ഓക്ലൻഡിലെ ഒരു ഫേമസ് സ്കൂളാണ്. ഒത്തിരി തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഏത് തരത്തിലുള്ള ടീച്ചേഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്. പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇയർ 1 മുതൽ ഇയർ 6 വരെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള പുതിയൊരു ചേഞ്ച്, നിങ്ങളോട് പറയാനുള്ള പുതിയൊരു ചേഞ്ച് ന്യൂസിലൻഡ് ഗവൺമെൻറ് ഈസ് അനൗൺസിങ് അറ്റ് ദ മൊമെൻറ്റ്. പുതിയ ചേഞ്ചസ് അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യൂസിലൻഡിൽ നിങ്ങൾ ഓവർസീസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഓവർസീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ന്യൂസിലൻഡ് സ്കൂളുകളിൽ വന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നിങ്ങൾക്ക് ടീച്ചർ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിഡൻറ്റ് വിസ വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിരുന്ന ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചേഞ്ചസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ന്യൂസിലൻഡ് വരാം. ന്യൂസിലൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കൂളുകളിൽ വന്നിട്ട് ഇവിടുത്തെ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ, മിനിമം സാലറി നിങ്ങളുടെ 80,000 ന്യൂസിലൻഡ് ഡോളറാണ്. 80,000 ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ 40 lakhsോളമാണ് ഇന്ത്യൻ മണി നിങ്ങളുടെ ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. സാലറി മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഇവിടെ വരാം, അവർക്ക് റെസിഡൻറ്റ് വിസ കിട്ടും, നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കുക, നിങ്ങൾക്ക് മെഡിക്കൽ ഫ്രീ ആണ്. സോ മെനി ഓപ്ഷൻസ് അതെ. ഈ മാസം 26-ന്, അതായത് മാർച്ച് 26, 2025 പുതിയ പോളിസി ചേഞ്ച് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 26 കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യുന്ന, പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഡയറക്റ്റായിട്ട് ഇവിടെ വരാം. ഡയറക്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടി അന്നേരം തന്നെ നിങ്ങൾക്ക് റെസിഡൻറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാം. വിത്തിൻ 3 months അല്ല 6 monthസിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിഡൻറ്റ് വിസ സോർട്ടഡ് ആവും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടുത്തെ ടീച്ചറാണ്, നിങ്ങൾക്ക് പക്ഷേ ഇവിടെ വന്ന് പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാം. മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് 1 year പ്രോഗ്രാമാണ്. 29 lakhs ആണ് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, ന്യൂസിലാൻഡ് ടീച്ചിങ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടും. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കം എ ടീച്ചർ. 2 pathways are open for you. Just contact us for more information. We are happy to help you. We are supporting a lot of teachers from overseas countries at the moment. We would like to support our community at the moment. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ടീച്ചേഴ്സ്, ഇയർ 1 മുതൽ ഇയർ 6 വരെയുള്ള ടീച്ചേഴ്സിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു കരിയർ ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ന്യൂസിലൻഡിൽ വരിക. ന്യൂസിലൻഡിൽ വന്ന് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ഗോ ടു ഓസ്ട്രേലിയ, യു ക്യാൻ ഓൾസോ ഗോ ടു US, യു ക്യാൻ ഗോ ടു കാനഡ, യു ക്യാൻ ഗോ ടു other English speaking countries. The opportunity is seamless. It's sky is your limit. Contact us. We will be here to support you. Thank you.